എറണാകുളത്ത് ഗർഭിണിയെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. എറണാകുളം നോർത്ത് സിഐക്കെതിരെയാണ് ആരോപണം. ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് അന്വേഷിക്കാൻ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു മർദ്ദനമെന്ന് പരാതിക്കാരി ഷിബിമോൾ പറയുന്നു. അതേസമയം മർദ്ദിച്ചിട്ടില്ലെന്ന് സിഐ പറഞ്ഞു. എന്നിട്ട് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് എനിക്കിത് ചെക്കപ്പിന് പറഞ്ഞത്. ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആണ്. ഇന്ന് ചെക്കപ്പ് പറഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ 4-5 പേര് വന്നിട്ട് യൂണിഫോം ഇല്ലാതെ വന്ന് പിടിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു, പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ആ സ്റ്റാഫും ഉണ്ടായിരുന്നു, ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറകെ ഞാനും എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയ പുറകെ ഞാനും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡിട്ട് അടിക്കണം ഞാൻ കാണണേ. അപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അടിക്കണേന്ന് പറഞ്ഞു. അന്നേരം 5-8 പേര് കൂടി വന്നിട്ട് നാടകം കളിക്കണോടിയെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സി ആണ്, യൂണിഫോം ഇട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് നിങ്ങൾ വെറുതെ ലോക്കപ്പിലിട്ട് ഇങ്ങനെ മർദ്ദിക്കണേ എന്തിനാന്ന് ചോദിച്ചു. അപ്പം എന്നെ അവർ മാറിയിക്കണി നാടകം കളിക്കാതെ പറഞ്ഞാൽ എന്നെ ഒറ്റ അടി അടിച്ചിട്ട് ഞാനവിടെ വീണു. എന്നെ പിടിച്ച് ഉന്തി തള്ളി 3-4-5 പേര് കൂടിയിട്ട് എന്നെ പിടിച്ച് ഉന്തി തള്ളി നാടകം കളിക്കാൻ പോടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഡോറിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിന്നു. നിന്നപ്പോൾ അവർ ആ ഡോറ് ഞാൻ തല്ലി പൊട്ടിച്ചാന്ന് പറയുമെന്ന്. ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല, ചുമ്മാ പറയുമോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ എനിക്ക് ഇങ്ങോട്ട് ഇത് തരാൻ വേണ്ടിയിട്ട് പറയുമോ. എൻ്റെ മോളായത് 2 കുഞ്ഞു കയ്യിലും ഇരിപ്പുണ്ട്, ഒരു കുഞ്ഞു വയറ്റിലും കിടപ്പുണ്ട്. 7 മാസമായ 2 ഇരട്ട കുഞ്ഞുങ്ങൾ അവളുടെ കയ്യിൽ. വയറ്റിൽ കിടക്കുന്ന കൊച്ച് 3.5 മാസമുള്ള കുഞ്ഞാ. അവളുടെ ഹസ്ബൻഡിനെ കൊണ്ടുപോയതും പറഞ്ഞ് അവൾ ഓടി ചെന്നതാണ്. ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. എൻ്റെ മോള് ഞാൻ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ വാതൊക്കെ കമന്ന് കിടക്കുക. അവരടിച്ചത് അമ്മയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് ഒത്തിരി കരഞ്ഞു കാല് പിടിച്ചു. നിങ്ങൾ എന്തിനാ എൻ്റെ കൊച്ചിന് തല്ലണേ, എൻ്റെ കൊച്ച് എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ കെട്ടിയവൻ പണ്ടൊരു വീഡിയോ പിടിച്ചതിൻ്റെ പേരിൽ, ഒരാളെ തല്ലണ വീഡിയോ പിടിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ കൊച്ചിനെ ഇവർ തല്ലിയത്. എൻ്റെ കൊച്ചിന് തല്ലി കാര്യം ചോദിച്ചു ഇവർ എന്നെ തല്ലി താഴെ ഇട്ടിട്ട് ഇവർ വാതിൽ അടച്ചിടുക. ഒത്തിരി കരഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ ഇവിടെ കെട്ടിയോൻ ഉണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളെ ഇവൾക്ക് നോക്കാൻ പറ്റില്ല. റിയ ബേബി വിവരങ്ങളുമായിട്ടുണ്ട്. റിയ, മർദ്ദിച്ചു എന്ന് ഗർഭിണിയും അവരുടെ അമ്മയും പറയുന്നു. മർദ്ദിച്ചിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് നിജസ്ഥിതി? പരാതിക്കാധാരമായ സംഭവം എന്താണ്? ഇപ്പോൾ സമയം മുമ്പാണ് നോർത്ത് പോലീസ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ ടൂറിസ്റ്റ് ഹോം ഉടമയെ പിന്നെ ഈ പോലീസ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടെത്തിയപ്പോൾ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ആരോപിച്ചാണ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അത് അന്വേഷിക്കാനാണ് ഇയാളുടെ ഭാര്യയായ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ഭർത്താവിനെ ലോക്കപ്പിലിട്ട് പോലീസ് മർദ്ദിക്കുന്നത് കണ്ടിട്ടും അതുകൊണ്ട് താൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നതുമാണ് ഷൈമോൾ മാതൃഭൂമി ന്യൂസിനോട് പറയുന്നത്. അപ്പോൾ വനിതാ പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ നോർത്ത് CI തന്നെ മർദ്ദിച്ചു എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇവരുടെ മുഖത്തടിച്ചു. താൻ പ്രഗ്നന്റ് ആണ്, 3 മാസം ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം അനുകമ്പയോ തനിക്ക് നൽകി തന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പിടിച്ചു തള്ളി, വയറിന് തള്ളി, വാതിലിനോട് ചേർത്ത് നിർത്തി ഞെരുക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ തരത്തിലുള്ള പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നോർത്ത് CIയുടെ ഭാഗത്തുനിന്ന് മർദ്ദനമുണ്ടായി എന്നതാണ് ഷൈമോളുടെ വിശദീകരണം. അതേസമയം ഈ കേസിൽ നോർത്ത് CI വിശദീകരിക്കുന്നത് തന്റെ ജോലി തടസ്സപ്പെടുത്താൻ, അതായത് ഒന്നും തള്ളും ഉണ്ടായപ്പോൾ താൻ ഇടപെടുകയാണ് ചെയ്തത്. 2 കുഞ്ഞുങ്ങളുമായാണ് ഇവർ എത്തിയത്. അതുകൊണ്ട് തന്നെ വനിതാ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇടപെടാൻ ശ്രമിച്ചു എന്നതാണ് നോർത്ത് CI വിശദീകരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ പരാതിക്കാർ പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ, തങ്ങളെ മർദ്ദിക്കുന്നത്, അടിക്കുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട് എന്നതാണ് പരാതിക്കാർ ആവർത്തിച്ച് പറയുന്നത്. പോലീസും അത്തരം ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല, ഉന്തും തള്ളും ഉണ്ടാവുകയാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും ഇവരെ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് സ്കാനിങ്ങിനും മറ്റുമായി മാറ്റിയിട്ടുണ്ട്. 3 മാസം പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ടും പോലീസ് വളരെ മോശമായി പെരുമാറി എന്നതാണ് ഇവർ ആരോപിക്കുന്നത്. ഭർത്താവിന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക് കൂടി ഒന്ന് പോകാം. അവിടുത്തെ CCTVയിലുണ്ട് സാറേ, എല്ലാ കാര്യങ്ങളും അവിടെ CCTVയിലുണ്ട്. അടിക്കുന്നത് എന്റെ വൈഫിനെയും പച്ചയ്ക്ക് 2 പിള്ളേരെ അടിച്ചതാണ്. പച്ചയ്ക്ക് ഞാൻ അയാളുടെ കാല് പിടിച്ചു പറയാൻ എന്റെ ഭാര്യ ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് പോലും എന്നെ അവിടെ എന്റെ കൺമുമ്പിലിട്ട് അടിച്ചത്.